ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ജീപ്പിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം കുറേ ഫ്രണ്ട്സ് ഈ ജീപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ജീപ്പിൻ്റെ അപ്പോൾസ്ട്രി ഓപ്പൺ ചെയ്ത് ഓടിക്കുന്നതും പിന്നെ അത് എങ്ങനെ വീണ്ടും റീസെറ്റ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വെക്കേഷന് പോയ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്ത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വിൻഷീൽഡ് ഉണ്ടല്ലോ, ഗ്ലാസ് ഫ്രെയിമിൻ്റെ അടിയിൽ കൂടെ വെള്ളം ചെറിയ ഡ്രോപ്സ് വന്നിട്ട് നമ്മുടെ ഓഡോമീറ്റർ കൂടിയൊക്കെ വെള്ളം ഒഴുകാൻ തുടങ്ങി. ഞാനതിൻ്റെ അടിയിൽ കുറേ USB-യും 3 പിന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമുക്ക് പവർ കൺസപ്ഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഴയത്ത് നല്ല സ്ട്രോങ് മഴയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വെള്ളം അതിലൂടെ വന്നിട്ട് ഇതിനകത്തൊക്കെ പോയി അതൊക്കെ ഷോർട്ട് സർക്യൂട്ട് പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഈ ഗ്ലാസ് ഫ്രെയിമിൻ്റെ അടിയിൽ ഒരു റബ്ബർ ബീഡിങ് ഉണ്ട്. ആ റബ്ബർ ബീഡിങ് നമ്മളിങ്ങനെ ഓപ്പൺ ടൈപ്പ് രീതിയിൽ വണ്ടി ബിൽഡ് ചെയ്തുകൊണ്ട് അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, മറ്റേ ഗ്ലൂ ഇട്ടിട്ട് സിലിക്കോൺ ഇട്ടിട്ട്. അത് ഒട്ടാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പ് വഴിയാണ് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്നാൽ അതൊന്ന് ഒട്ടിക്കുകയും ചെയ്യാം, ആ കൂട്ടത്തിലൊന്ന് ഓപ്പൺ ആക്കി 2 ദിവസം ഓടിക്കാമെന്നും കരുതിയിട്ട് ഉമ്മർക്ക് രാത്രി വീട്ടിലേക്ക് വന്നു ഇത് ഓപ്പൺ ചെയ്യാൻ. അന്ന് കഷ്ടകാലത്തിന് കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വണ്ടിയുടെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് അത് ഓപ്പൺ ചെയ്തത്. എന്തായാലും ഉമ്മർക്കത് ഒട്ടിക്കണ്ട. അല്ല, ഞാൻ ചോദിക്കട്ടെ ഉമ്മർക്ക്, ഒരു മിനിറ്റ്. നമ്മളിത് ഊരില്ല ഒരിക്കലും. അല്ല, 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ മഴ. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ഞങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതെല്ലാം മറിച്ചിട്ടൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പോരെ. ഇങ്ങനെ ഓടിക്കാൻ രസമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് സിലിക്കോൺ ഒട്ടിക്കേണ്ട ഒരു പോഴിയില്ല, നമ്മൾ ഗ്ലാസ് മറച്ചിട്ടുള്ള സിസ്റ്റം, അതിന് വേണ്ടിയാണ് ഒട്ടിക്കാനൊക്കെ. ഇത് പൊങ്ങിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ പോലും നമ്മൊന്ന് മറിച്ചിടാൻ തരാം, വെച്ച് നോക്കാം, അറേഞ്ച് ചെയ്യാം. ഇതോ വൈപ്പർ ഉണ്ടാക്കണ്ടേ? ഫുഡൊക്കെ സൂപ്പർ കേട്ടോ. സെയ്തിന്റെ വർക്ക് അടിപൊളി വർക്കാ, നീറ്റായിട്ട് ചെയ്യണം. ഫ്രെയിം ഇത് ഊരിൻ്റെ വൈപ്പർ കിട്ടില്ല. അപ്പോഴും ചിലതിനാണ് വരും. അതൊരു പണി വരില്ല. നമ്മുടെ ജീപ്പിൻ്റെ ഗ്ലാസ് ഫ്രെയിം ബോണറ്റിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഉണ്ടല്ലോ, ഒറ്റയടിക്ക് ആളുടെ വയസ്സുകൊണ്ട് കുറഞ്ഞു കേട്ടോ. ആളൊരു ചുള്ളനെ പോലെയായി, രക്ഷയില്ല. സൂപ്പർ ലുക്കായിരുന്നു വണ്ടി കാണാനായിട്ട്. അങ്ങനെ ജീപ്പിൻ്റെ അപ്പോൾസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു, മറ്റേ ഫ്രെയിം ബോണറ്റിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ 1-2 കമ്പികളുണ്ടായിരുന്നു ജീപ്പിൻ്റെ ബാക്കിൽ ഊരാനായിട്ട്. ആ ഒരെണ്ണം ഊരി ബാക്കിയൊക്കെ മടക്കി വയ്ക്കുകയും ചെയ്തു. അതോടുകൂടി പരിപാടി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വണ്ടി എടുത്ത് നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെ ഒന്ന് കറങ്ങി. മഴ ഉള്ളതുകൊണ്ട് റോഡ് കൂടിയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു ഓടിക്കാൻ. ഓപ്പൺ ചെയ്ത വണ്ടി സംഭവം അടിപൊളിയാണ് കേട്ടോ, ഓടിക്കാനും രസമാണ്, വണ്ടീനെ കാണാനും നല്ല ഭംഗിയാണ്. ഞാൻ ഈ ഒരൊറ്റ പ്രാവശ്യം വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ടുള്ളൂ, പിന്നെ ഇതേവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി ഒരിക്കലും കൂടി അത് ചെയ്യണമെന്നുണ്ട്. അതിന് പറ്റിയൊരു ലോ ക്വാളിറ്റി വില കുറഞ്ഞൊരു അപ്പോൾസ്ട്രി വാങ്ങിച്ചിട്ട് ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ചുറ്റിക്കൂട്ടി വയ്ക്കാൻ പറ്റുന്ന പോലെ. ഇപ്പോൾ ഉള്ളത് കുറച്ച് സ്ട്രോങ്ങാണ്, താറിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ചുരുട്ടി വയ്ക്കുകയും ചെയ്യാമല്ലോ. നെല്ലിയമ്പതിയോ ഊട്ടിയൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വീണക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വണ്ടി. അവൾ ഗംഭീര കളിയായിരുന്നു വണ്ടിയിലിരുന്നിട്ട്. പിന്നെ വണ്ടിയുടെ സൈലൻസർ കുറച്ച് തൂങ്ങിയിട്ടാണ് നിന്നിരുന്നത്, ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ. അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്തു. ടാറ്റ ഇൻഡിക്കേറ്റർ സൈലൻസിൻ്റെ ടിപ്പ് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട് വളച്ച് കൊണ്ടുവന്നിട്ട് ആഫ്റ്റർ മാർക്കറ്റില്ലേ മറ്റേ സൈലൻസർ ടിപ്പ് അക്രോപോവിക് കൊണ്ട് ആ ഇതിൻ്റെ കാർബൺ ഫൈബറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് കറക്റ്റ് ബോഡി ലൈനിൽ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പണിയും പിന്നെ വണ്ടിക്ക് സ്റ്റിക്കർ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ഞാനും ബഹറിൽ നിന്ന് കുറേ സ്റ്റിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടൗണിലൊക്കെ ഒന്ന് പോയി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടു. അവർ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ചെറുപ്പശ്ശേരിയിലെ സ്റ്റിക്കർ കടയ്ക്ക് പോയിട്ട് ഞാൻ കൊണ്ടുവന്ന സ്റ്റിക്കേഴ്സൊക്കെ അതിനകത്ത് ഒട്ടിച്ചു. ഒരുവിധം എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ വേറെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റിക്കേഴ്സൊക്കെ എനിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് എന്തിനാണ് കടയിൽ പോയി ഒട്ടിച്ചാലേ, നിസ്സാരം സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ പോലും അത് അത്രയും പ്രിസൈസായിട്ട് കറക്റ്റ് ആംഗിളും വളവൊന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ സ്റ്റിക്കർ കടയിൽ പോയിട്ട് അവർക്കിത് കൊടുത്ത് അവരുടെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം കൂടി ചേർത്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചത്.
ജീപ്പ് ഓപ്പണാക്കി ഓടിച്ചിരുന്ന ആ ഒരു കുറച്ച് ദിവസം അത് വീണക്കുട്ടിയുടെ ഒരു ടോയ് ആയിരുന്നു കേട്ടോ. വീണ അവളൊരു ടോയ് ആയിട്ടാണ് കരുതിയിരുന്നത്. ആളിപ്പോൾ ലേശം വലുതായി. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്ക് ചിരിയോട് ചിരിയുണ്ടോ. പൂജ കഴിഞ്ഞോ? പോവാ ചെറുപ്പശ്ശേരി പോവാ. അത് വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. രാവിലെ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് എങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഓപ്പൺ ജീപ്പൊക്കെ ഉണ്ടെങ്കിലോ അത് രസം തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കര വെറൈറ്റിയാണ്. ആൾക്കാർ മൊത്തം നമ്മളെ നോക്കുക. ഞാൻ 1-2 ദിവസമൊക്കെ ടൗൺ കൂടിയൊക്കെ ഓടിച്ചു. ദൈവാനുഗ്രഹിച്ചിട്ട് തന്നെ MVD ഒന്നും പിടിച്ചില്ല. പിന്നെ ഞാൻ ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ എന്തായാലും സിലിക്കോൺ ഇട്ടിട്ട് അത് പെർമനൻ്റ്ലി സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. നമ്മുടെ ഗ്ലാസ് ഷീൽഡ്, അതാണ് ഉമ്മർക്ക് നേരത്തെ പറഞ്ഞത്. 2 ദിവസം കൂടി ഓടിച്ചോ എന്നുള്ളത്. കാരണം വെച്ചാൽ പിന്നെ അത് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പറ്റില്ല. നമ്മുടെ USB പോർട്സും അതേപോലെ നമ്മുടെ 3 പിൻ വയ്ക്കാനുള്ള കണക്ടേഴ്സും എല്ലാം പിന്നെ വെള്ളത്തിലാവില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഫൈനലായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആഗ്രഹം തീരുവോളം അത് ഓപ്പൺ ആക്കിയിട്ട് ജീപ്പിനെ ഓടിച്ചു കേട്ടോ. മാക്സിമം എത്രത്തോളം ഓടിക്കാൻ പറ്റുമോ ആ എല്ലാ സമയം കൂടി ഞാൻ ഓടിച്ചു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ലെവൽ എന്താണെന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ ഞാനൊരു ഓപ്പൺ ജീപ്പ് ഓടിക്കണം. അത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ച വണ്ടി എന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. അടിച്ചു പൊളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ആഗ്രഹം നമ്മൾ സാധിക്കുക. ഈ ടൈപ്പ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ മനസ്സുകൂടി പല ക്യാരക്ടേഴ്സ് ഒഴുകി പോകും. നമുക്ക് എന്തോ ഒരു സംഭവമായിട്ട് തോന്നും ഈ വണ്ടി ഓടിക്കുമ്പോൾ. കാരണം കാർ ഓടിച്ചിട്ടേ ഈ ഒരു സ്റ്റൈലിൽ ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീല് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ജീപ്പ് ഉണ്ടെങ്കിൽ. നമ്മുടെ വണ്ടിയുടെ കേസിൽ RCയിൽ ടൂററും അല്ല ഓപ്പൺ ബോഡിയും അല്ല, നമ്മുടെ യൂണിവേഴ്സൽ നെറ്റാണ്. അതുകൊണ്ട് നമുക്കത് ഒരിക്കലും ഓപ്പൺ ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. ഈവൻ സൈഡ് ഓപ്പൺ ചെയ്താൽ പോലും പോലീസ് പിടിക്കും. ഞാൻ ഈ ജീപ്പായിട്ട് നാട്ടിൽ കുറേയൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പോലീസ് പിടിച്ചുള്ളൂ. അതും ഒരു 250 രൂപ ഫൈൻ അടപ്പിച്ചു. അത് ആ ഫോഗ് ലാമ്പും പിന്നെ സൈഡ് മിററൊക്കെ കണ്ടിട്ടായിരുന്നു. പക്ഷെ നല്ല പോലീസുകാരായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായത് കുറേയൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിരിക്കും. നമ്മളെന്തെങ്കിലും പിടിച്ചാൽ തന്നെ നമ്മൾ വളരെ മര്യാദയോടുകൂടി പെരുമാറിയാൽ അവർക്കും അറിയാലോ അതിപ്പോൾ ഒരു പാഷനാണെന്നുള്ളത്. അല്ല തെറ്റ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വിടും നമ്മളെ. അങ്ങനെ എൻ്റെ ആ കൊല്ലത്തെ വെക്കേഷൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈലൻസർ ടിപ്പിൻ്റെ ആ ഒരു ഓൾട്രേഷനും പിന്നെ നമ്മൾ വേർന്ന് കൊണ്ടുവന്ന ആ സൈലൻസർ ടിപ്പ് പിടിപ്പിക്കലായിരുന്നു ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ ബോഡി വീണ്ടും പഴയ പോലെ തന്നെ സെറ്റ് ചെയ്തു. ഈ ജീപ്പിൻ്റെ സൈലൻസർ ശരിക്കും ബാക്കിലാണ് വരേണ്ടത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഷോന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് ആക്കിയത്. പക്ഷേ എനിക്ക് എന്തോ തോന്നുന്നു ഇങ്ങനെ സൈഡിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ പുക വണ്ടിയുടെ ഉള്ളിലേക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പുക അടിച്ചിട്ട് വല്ലാതെ ക്ഷീണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നമുക്കൊരു കൈൻഡ് ഓഫ് സഫോക്കേഷൻ പോലെ തോന്നും. സോ ബെറ്റർ നിങ്ങളൊക്കെ പണിയുമ്പോൾ ഒന്ന് കൃത്യമായി അന്വേഷിച്ചോ എങ്ങോട്ട് വെക്കുകയാണ് നല്ലത് നോക്കിയിട്ടേ. ഭംഗിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹെൽത്ത് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കംഫർട്ട് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതിയിട്ടാ. നമ്മുടെ സൈലൻസർ സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ പുക കാര്യങ്ങളൊക്കെ അടിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കാണാൻ നല്ല ലുക്കായി. അങ്ങനെ അക്കൊല്ലത്തെ വെക്കേഷൻ്റെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ജീപ്പിൻ്റെ കത്തിക്കലും കഴിഞ്ഞു. പിന്നെ നമ്മൾ ജീപ്പ് വീണ്ടും പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസാണ്. ഇത് മൊത്തത്തിൽ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ അത് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് എടുക്കാം. ചിലർക്ക് ജീപ്പ് പണിയുന്ന ആൾക്കാർക്കൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യണമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ കാണാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സിലിക്കോൺ ഇടുന്നതും പിന്നെ അപ്പോൾസ്റ്ററി വെക്കുന്നതും ഉള്ളിലത്തെ ബെൽറ്റ് സെറ്റ് ചെയ്യുന്നതും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇതിൽ. പ്രത്യേകിച്ച് ഞാൻ പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇട്ടോക്കാൻ ചിലപ്പോൾ രസം ഉണ്ടെങ്കിൽ നോക്കാമല്ലോ. ഇതിന് സപ്പോർട്ട് ഉണ്ടല്ലോ. അന്നൂരിയ ബാക്കി ഫിറ്റിങ്ങിൻ്റെ ഉള്ളിലുള്ള റോപ്പുകളൊക്കെ അത് ഞാൻ ഒന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ മടക്കി. ഇത് ഞാൻ മേലെ ടെറസിൽ കൊണ്ട് വെച്ചു. എന്നിപ്പോൾ അവിടെ നിന്ന് എടുത്തതാ. ഇനി വേണ്ട വെച്ചിട്ട്. ഇന്നലെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റിയൊരു ദിവസമായിരുന്നു. അമ്മാതിരി മോശം റോഡാണത്. ഇത് കാണാൻ രസമുണ്ട്. വെച്ചോക്കാം നമുക്ക്. ഒരു എളുപ്പമാണ്. പിന്നെ സമയമില്ല ഉമ്മർക്കാവും. ഇത് ഊരാനും അഴിക്കാനൊന്നും ഇപ്പോൾ ടൈമില്ല. ഇത് നമ്മുടെ തിരക്ക് കഴിയുന്നില്ല.
നമ്മുടെ ഗ്ലാസ് ഫ്രെയിം താഴെ ഇറക്കണമെങ്കിലേ എന്തായാലും ഇത് ഊരണല്ലോ. ഈ ഷീറ്റ് ഊരണ ഗ്ലാസ്സിന് താഴെ ഇറക്കാൻ പറ്റില്ലല്ലോ. അല്ല ഊരണേ, അതുകൊണ്ട് ഊരിയത് ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. സിലിക്കോ ഇട്ടല്ലോ നമ്മൾ. ആ സിലിക്കോ നമ്മൾ യൂസ് ചെയ്യാൻ പോകണ്ട ഇപ്പോഴേ. അത് വെച്ചോളൂ, എത്ര വെച്ചോ. ഇതിങ്ങനെ നല്ല ടൈറ്റ്. ഇതിപ്പോൾ എങ്ങനെ നിൽക്കൂലേ? അപ്പം മേലെ എങ്ങനെ സപ്പോർട്ട്? മേലത്തെ കമ്പിക്ക് ആ അല്ല, അത് എങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? ഓ, അതിങ്ങനെ കിടക്കൂലേ? ആ ഓക്കെ ഓക്കെ. സ്റ്റോപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതിൽ അതിൻ്റെ ഗ്ലാസ് വൈപ്പറൊക്കെ ഉണ്ടാവും കേട്ടോ. വൈപ്പർ താഴെ വെച്ചിട്ടോ. ആ വിൻഡോൻ്റെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ലാസ്റ്റ് നോക്കാം. ആദ്യം ഇത് മാത്രം വെച്ചാൽ മതി. വിൻഡോ ഞാനൊന്ന് നോക്കിയിരുന്നുള്ളൂ. നമ്മൾക്ക ഏതില് ആണോ? ഇത് ബെഡ്റൂമിലുണ്ടായിരുന്നേ, മേലത്തെ ഹോളിലുണ്ടായിരുന്നേ. പൂച്ച പണ്ട് കയറി കിടന്നതിൻ്റെ പാടായിരിക്കും. മേലത്തെ ഹോളിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് എടുത്തിട്ട് വന്നത്. ആ സിലിക്കോൺ അത് കറക്റ്റ് വെക്കണം മുറുക. സിലിക്കോൺ ഇതിലുണ്ടാവും. നമുക്ക് എടുക്കും ചെയ്യും. ഇപ്പൊ തുടച്ച കിട്ടുന്നത്. ഓ, ഇത് തുടച്ചാൽ പോരുന്നതാണ്. വെള്ളം വരാതെ കഴിക്കണം. ഓ, ഇവിടെയാണ് ഉമ്മർക്ക് കേട്ടോ നമ്മുടെ ലീക്ക് വരുന്ന സ്ഥലം. ജാമായിട്ടാണ് നിൽക്കില്ല നീ? തീരെ ഗ്യാപ്പ് വേണ്ട. എങ്ങനെയും ഇടുമ്പോൾ താഴും. 4 വരം പടരുമല്ലേ? മറ്റത് കുറച്ചാൽ പോകില്ല, ഇത് കുറച്ചാൽ പോകില്ല. അതിൻ്റെ അടുത്തടുത്ത് പോയി ആ ബുഷ് ഇങ്ങോട്ട് ചാടി കേട്ടോ. കയറില്ലല്ലേ അമ്മ? ഇത് കറക്റ്റ് ഉണ്ട്. അവിടെയും കറക്റ്റായിട്ട് ഇരുന്നില്ലേ? ഓ, തിക്ക് കൂടിയിട്ടായിരിക്കില്ല. അതെ, ഇത് ഞാൻ മടക്ക് ഉള്ളിലേക്ക് പോയി വയ്ക്കാം. അതായത് ഇങ്ങനെ തള്ളിയും ചോദിക്കാൻ ഇത് കിടക്കട്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഈ ഇല്ല നമുക്ക് റബ്ബർ, അത് വരും നേരം ടച്ചായിട്ട് ഇതിന് സിലിക്കൺ മൊത്തം തള്ളിപ്പോന്ന് വയ്ക്കുക. അല്ലല്ലോ, ഉള്ളിരിക്കുമല്ലേ? അവിടെ നമ്മളത്ത് വയ്ക്കണം. അവിടെ വരുന്നുണ്ടോ? ആയിക്കോട്ടെ. ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ലേ അപ്പോൾ അടയ്ക്കല്ലേ? അതിൽ ഒന്ന് ടെമ്പറിലായിക്കോട്ടെ കേട്ടോ. വലിച്ചു കെട്ടിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ അഴിക്കൂല, അതാ പറഞ്ഞത്. നേരത്തെ നമ്മുടെ പ്ലാനില്ല, ഇനി അഴിക്കുന്നതന്നെയില്ല. എന്നാ മുറുക എല്ലാം ടെമ്പറിലും ചെയ്തോളൂ. പെർമനൻ്റ് ആണ്, ഇനി അഴിക്കില്ല.
മാക്സിമം അടിച്ചു കിട്ടും. ഹിറ്റായില്ലേ? അത് ഉമർ ഭായ്, അത് നമുക്ക് റിപ്പയർ ചെയ്യാറുണ്ട്. അത് വിട്ടോളി, അത് ഞാൻ സേവിനെ കൊണ്ട് ശരിയാക്കണതേ. തൽക്കാലം സ്റ്റാപ്ലർ അടിച്ചു. അങ്ങനെ നമ്മൾ ജീപ്പിനെ വീണ്ടും ക്ലോസ് ചെയ്തപ്പോൾ വണ്ടി വേറൊരു ഭംഗി പോലെ തോന്നി. കുറച്ച് ദിവസമായിട്ട് ഓപ്പണായി ഓടിച്ച് കണ്ടിട്ടായിരിക്കും കേട്ടോ, ഒരു ഫോർമൽ ലുക്ക് പോലെ. ആ സമയം കൊണ്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത 2 ഫോഗ് ലാമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അതന്ന് വൈകിട്ട് ഉമ്മർക്ക് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെയ്ത കാര്യങ്ങളും ക്ലോസ് ചെയ്യുമ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോപ്പ്ഫുള്ളി ഈ ഡീറ്റെയിൽസ് വേണ്ടവർക്കൊക്കെ എല്ലാ ഇൻഫർമേഷനും ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓ സൂപ്പറാട്ടോ, നല്ല വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ജീപ്പിനകത്ത് വേറെയും കുറേ അപ്ഗ്രേഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് വണ്ടീനെ 4 വീലാക്കി. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് ക്യാബിൻസൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുക്കിംഗ് ട്രേ ഒക്കെ റെഡി ആക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ കമൻറ്റ് ബോക്സിലാണെങ്കിലും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗൈസ്. കീപ് സപ്പോർട്ടിങ് ആസ് ഓൾവേസ്.